ഹലോ ഗൈസ്, ഇന്ന് എനിക്ക് നൈറ്റ് ഓഫ് ആയിരുന്നു. അപ്പൊ ഞങ്ങൾ വിചാരിച്ച് ഇത്താത്താടോടെ പോവാം. 2-3 സ്ഥലത്തൊക്കെ കയറാനുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പോണ വഴി ഒരു കസിന്റെ വീട്ടിൽ കയറി. അവിടെ അവർക്ക് ഈ ഉഴുന്നോടെ ഉണ്ടാക്കിയിട്ട് വിൽക്കലാണ് പണി. അപ്പൊ പോന്നപ്പോ നമുക്കൊരു പാക്കറ്റൊക്കെ തന്നയച്ചിട്ടുണ്ടായി. പോണേന് 2-3 ദിവസം മുന്നേ ഇത്താത്താടെ ബർത്ത്ഡേ ആയിരുന്നു. അന്ന് കേക്കൊന്നും മുറിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നമ്മ വിചാരിച്ച് പോണ വഴി ഒരു കേക്കുമായിട്ട് പോവാന്ന് സർപ്രൈസ്. ആദ്യം ഒരു കടയിൽ കയറിയിരുന്നു. അവിടെ കേക്ക് ഉണ്ടായിരുന്നു, പക്ഷെ കേക്കുമ്പോ പേരെഴുതാൻ ആളുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ വേറെ കടയിൽ പോയി നോക്കി. അവിടെ കേക്കും ഉണ്ടായിരുന്നു, കേക്കുമ്പോ പേരെഴുതാൻ ആളും ഉണ്ടായിരുന്നു. പിന്നെ അത് മാനിച്ച് നേരെ നമ്മ വീട്ടിലോട്ട് പോയി. വീട്ടിലോട്ട് എത്തിയപ്പോ തന്നെ ഒരു ഗ്ലാസ് വെള്ളം അങ്ങോട്ട് എടുത്ത് കുടിച്ച്. എന്ത് ചൂടാലേ. ഈ ഒരു ഹൈലൈറ്റർ ഇത്താത്ത ഓർഡർ ചെയ്തതാണ് കേട്ടോ. നമ്മ വന്നപ്പോഴാണ് സംഭവം കൊണ്ടുവന്നത്. അപ്പൊ അതൊന്ന് ടെസ്റ്റ് ചെയ്ത് പിന്നെ എത്തിയപ്പോ തന്നെ ഒരു നേരായിട്ടുണ്ടായി. അതും കഴിഞ്ഞ് കുറച്ച് ഫുഡും കഴിച്ച് നേരെ നമ്മ ഒരു സ്ഥലം വരെ പോവാണ്. വേറെ എവിടെ കൊല്ല, ഇത്താത്താടെ ഇളയതിനെ വിളിക്കാൻ വേണ്ടിയിട്ട് ബാലവാടി വരെ ഒന്ന് പോകണം. ഇത്താത്ത വിളിക്കാൻ പോണെന്ന് പറഞ്ഞപ്പോ ഞാനും വെറുതെ ചാടിക്കേറിയിരുന്നതാണ്. ആള് നമ്മളെ നോക്കി നിൽക്കരുതെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. കണ്ടപ്പോ തന്നെ ചാടിയോടി വരുന്നുണ്ടായി. വൈകുന്നേരം ആയപ്പോ നമ്മ അവിടെ അടുത്തുള്ള ഒരു ബീച്ചിൽ പോയിട്ടുണ്ടായിരുന്നു. ഊഞ്ഞാൽ ബീച്ച് എന്നാണ് ആ ബീച്ചിന്റെ പേര്. അവിടെ കുറേ ഊഞ്ഞാലുണ്ട് ട്ടോ. അതുകൊണ്ടായിരിക്കാം ആ ബീച്ചിന് അങ്ങനെ ഒരു പേര് വരാൻ കാരണം. അതിന്റെ ഇടയിൽ നമ്മൾ കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ബജിയും പിന്നെ ഈ ഉപ്പിലിട്ട സാധനങ്ങളും അങ്ങനെ ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ട്. 2 വണ്ടിക്ക് പോയോണ്ട് തന്നെ നമ്മൾ കുറേ നേരം അവിടെ ഇരുന്നിട്ടാണ് പോകുന്നത്. കുറച്ച് രാത്രിയായി അവിടെ നിന്ന് പോന്നപ്പോ രാത്രി ഇങ്ങനെ ബീച്ചിലിരിക്കാൻ നല്ല സുഖം. അത് കഴിഞ്ഞ് പോരുന്ന വഴി നമ്മൾ വീടിന്റെ അടുത്തുള്ള ഒരു കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി. വാങ്ങാൻ കയറിയപ്പോൾ ഇത്താത്ത സിപ്പപ്പും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കുറെ നാളായി സിപ്പപ്പ് തിന്നിട്ട്. അങ്ങനെ അതും വാങ്ങിച്ച് തിന്ന്. അതിന്റെ ഇടയിൽ ഇക്കാക്ക വന്നപ്പോൾ നമ്മൾ കേക്ക് മുറിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിൽ നിന്നൊരു പീസും കൂടെ തിന്ന്. അപ്പം ഇത്രയുള്ളൂ. അപ്പം ബൈ.